എല്ലാവർക്കും നമസ്കാരം. അനസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുളിസാദമാണ്. പുളിസാദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ പുളി റൈസ്, പുളിച്ചോറ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ കർണാടകയിൽ പറയുന്നത് പുളിയോഗരെ എന്നാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുളി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കുറച്ചധികം എണ്ണയുണ്ട്, കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എണ്ണ കുറച്ചധികം വേണം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, അതേപോലെ തന്നെ കറിവേപ്പില. വറ്റൽമുളക് ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 12 വറ്റൽമുളകോളം ഉണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കറിവേപ്പിലയും കുറച്ചധികം ചേർക്കുന്നുണ്ട്, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വറ്റൽമുളക് അധികം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി ചേർക്കുന്നില്ല, വേറെ ഒരു കുരുമുളകോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് വറ്റൽമുളക് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എരിവ് മാത്രമാണ് നമ്മുടെ ഈ ചോറിന് ഉണ്ടാവുക. ചെറുങ്ങനെ വഴടി വന്നാൽ മതി. ഇതിലേക്ക് വെളുത്തുള്ളി, ഇതിപ്പോൾ ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറവ് ചേർക്കാം, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് വാടി വരട്ടെ. ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഇത് കടലയാണ്, നിലക്കടല. നമുക്ക് ആവശ്യത്തിന് ചേർക്കാം, കൂടുതൽ ചേർക്കാം. ചോറ് തിന്നുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. ചില ആൾക്ക് പക്ഷേ അങ്ങനെ കടിക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ കുറച്ച് ചേർക്കാം. ഇത് കടലപ്പരിപ്പാണ്, കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണോ അത്രയും ചേർക്കാം. ഇത് ഉഴുന്ന പരിപ്പാണ്, ഇത് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ചേർന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. അപ്പോൾ ഇപ്പം എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറി നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്, ഇത് പുളിയാണ്. ഇതിപ്പോൾ കുറച്ചധികം പുളി എടുത്തിട്ടുണ്ട്, ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. വാളൻപുളി, സാമ്പാർ പുളി. ഇപ്പോൾ ഒരു കണക്ക് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നത് എന്താ, ഒരു ചെറുനാരങ്ങ വലിപ്പം എന്നൊക്കെയല്ലേ പറയുക. പക്ഷെ അതിലും കൂടുതൽ എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങയുടെ വലിപ്പം എന്നൊക്കെ പറയാം, അത്രയും എടുത്തിട്ടുണ്ടാവും. കാരണം പുളി റൈസ് ആണല്ലോ, കുറച്ച് പുളി വേണം. ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ അരി വേവിച്ചെടുക്കുമ്പോൾ ചോറിൽ ഉപ്പൊന്നും ചേർക്കാതെയാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുഴപ്പമില്ല, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം, അധികമായി പോകണ്ട. അപ്പോൾ ഇതിന് നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചുകൂടി കുറുകി വരാനുണ്ട് നമുക്ക്.
എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് കുറുകി ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ വേണം കുറുകി വരാനായിട്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടുകാർ അവരുടെ എല്ലാ ഡിഷിലും കായപ്പൊടി ചേർത്ത് കൊടുക്കും. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഭയങ്കരമായിട്ട് കിട്ടും നമുക്ക്. ഇത് നന്നായിട്ട് വെള്ളം നന്നായിട്ട് വറ്റി വരണം. കാരണം നമ്മളിതിപ്പോൾ ദൂരെ യാത്രയൊക്കെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് എടുത്തിട്ട് പോകാം. ഇത് റൈസ് ഉണ്ടാക്കി എടുത്തിട്ട് പോവാം, കേടായി പോവില്ല. ചില ആൾക്കൊക്കെ ഹോട്ടൽ ഭക്ഷണം അല്ല പുറത്തുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോഴും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ട്രെയിനിലെ ഭക്ഷണമൊക്കെ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുപോകാനുണ്ടെങ്കിൽ കേട് പോവാതെ നമുക്ക് കഴിക്കാൻ കഴിയും. ഒന്നും ആവില്ല. ഒരു 2-3 ദിവസം വെച്ചാലൊന്നും ഈ ചോറ് ഒന്നും ആയി പോവില്ല. ഇപ്പോഴും ഞങ്ങളെ നെയ്ബേഴ്സ് ഉണ്ട്, അവരൊക്കെ അവരുടെ വീട്ടിൽ തയ്യാറാക്കുന്നുണ്ട്. തമിഴരാണ്, അവരുണ്ടാക്കും. അവരിതേപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എടുത്തിട്ട് പോകാറുണ്ട്. അപ്പം എനിക്ക് ഈ റെസിപ്പി അങ്ങനെയാണ് കിട്ടിയത്. പുളിസാദം എന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നതാണ്. അവരുടെ വീട്ടിൽ പോയി ഞാൻ കണ്ടു പഠിച്ചിട്ടുള്ളതാണ് ഈ റെസിപ്പി. ഇതിപ്പം നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ വറ്റൽമുളകല്ലാതെ വേറെ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ നല്ല എരിവുണ്ട്. ഇനി നമുക്ക് ഇത് ജീരകം അതേപോലെ തന്നെ ഉലുവ പൊടിച്ച് വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 2 ടീസ്പൂണോളം കാണും. ഞാൻ രണ്ടും ഓരോ ടീസ്പൂണ് വീതം എടുത്ത് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഈ ഒരു മിക്സ് ഇല്ലേ, ഈ ഗ്രേവി പുളിയുടെ, ഇത് എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്കൊരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാം. എപ്പോഴെങ്കിലും വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് എടുത്തുണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ കാലത്ത് ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് ഇവിടെ ഞാൻ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള റൈസാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇടുന്നില്ല, ഇപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഇതിന് ആവശ്യമുള്ളത് നോക്കി ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചോറല്ലേ ഉള്ളൂ, അതിനാവശ്യമുള്ളത് എടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിനിപ്പോൾ അത്യാവശ്യത്തിന് നല്ല എരിവുണ്ട്. പിന്നെന്താ, ഉപ്പ് കറക്റ്റാണ്, പുളി എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും ബാക്കിയും വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ചോറുണ്ടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്ത് ഇപ്പം തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുളിസാദം, പുളിയോദരൈ, പുളി റൈസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പുളിസാദം, പുളി റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി